ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഏകദേശം വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി കാണും. 2 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം നമ്മളിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ ചീനി എന്തായി എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടുകാരൊക്കെ എന്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗായ്സ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം ആരെ അറിയിച്ചിട്ടില്ല. ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഫോൺ എടുത്ത് വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ആരും ഇവിടെ റെഡി ആയിട്ടില്ല. നമുക്കെല്ലാവരെയും നോക്കാം. അങ്ങനെ എന്താണ് പരിപാടി? യൂട്യൂബിൽ വീഡിയോ കണ്ടോണ്ടിരുന്നോ? നമ്മുടെ തങ്ക ഇവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ വീഡിയോ ആയിട്ട് കണ്ടപ്പോഴത്തേന് അപ്പു താണ്ട വന്നിട്ടുണ്ട് ഗൈസ്. അപ്പു വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹായ് പറയാടാ. ഓക്കെ, എവിടെ കൺമണി അവിടെ? ഓക്കെ, നമുക്ക് ബാക്കിയുള്ളവരെ തപ്പോ ഇന്നത്തെ കൃഷിയും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. തേകമ്മാമൻ ഇവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻ കൃഷിക്കാരൻ്റെ മോളും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് വിഭവസമൃദ്ധമായ സദ്യയാണ്. ദൈവം ഇതൊക്കെ നോക്കാം. ചട്ടി ഉൾപ്പെടെ എടുത്ത് വെച്ച് കൊടുത്താലേ ത്യാഗരാജൻ കൃഷിക്കാരൻ കഴിക്കത്തുള്ളൂ. ഓക്കെ, ചിക്കു ഇവിടെ പ്ലേറ്റിനകത്ത് പനിയാണ് ഗൈസ്. ചിക്കുവിനും എല്ലാവർക്കും പനിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ചീനിയെല്ലാം നട്ടിട്ടുണ്ട്. ചീനിയെല്ലാം പോയി നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചീനി പയറൊക്കെ കളിച്ചാ എടാ, ചീനിയൊക്കെ കളിക്കാൻ ഒരുപാട് സമയം എടുക്കും. നീ എന്ത് പറയുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ചീനി നട്ടത് നോക്കാം. പയറൊക്കെ കളിച്ച് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ നോക്കാം. തറയെ നോക്കി പോകണം, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് തറയെ ചവിട്ടാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇവിടെ എന്താണ് പറയുക, ഫുള്ള് ഇവിടെ ഇതാണ് കൃഷിയാണ്. കൃഷിയുടെ JCBക്കകത്ത് മണ്ണൊക്കെ കൊണ്ടുവന്ന് കൂന പോലെ അടിച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടല്ല അവ എന്താണ്ടൊക്കെ ചവിട്ടിപ്പോ. നമ്മളെ ചീനിക്കമ്പ് നമ്മൾ 2 ആഴ്ച കൊണ്ട് ചീനിക്കമ്പിനൊക്കെ അപ്ഡേഷനാണ്. ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ചീരയൊക്കെ ഉണ്ട്. ഇവിടെ ചവിട്ടരുത് ചീര. ഇത് നിങ്ങൾ തന്നെ കമൻറ്റ് ഇടുക ഗൈസ്, ഇവിടെ എന്തുവാ നട്ടു വെച്ചേക്കുന്നതെന്ന്. നമ്മുടെ ചീനി നമ്മൾ അന്ന് റൗണ്ട് ചെയ്ത ചീനിയാണ്. നമ്മുടെ ഇപ്പോൾ സംഭവം ഉള്ളതാണ് കേട്ടോ. ഇതിനകത്ത് റിസൾട്ട് ഭയങ്കര പെട്ടെന്നാണ് കിട്ടുന്നത് കേട്ടോ. പെട്ടെന്ന് അവിടെ ചേമ്പൊക്കെ കിളിച്ചിട്ടുണ്ട് ഗൈസ്. ചേമ്പൊക്കെ കിളിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കി കിടക്കണം. അതല്ലേ പയറ് ആ സൈഡ്. മെനങ്ങാന്ന് നട്ട അത് മെനങ്ങാന്ന് നട്ടായിട്ടുള്ളൂ ഗൈസ്. ഇവിടുത്തെ ഫലപുഷ്ടിയേറിയ മണ്ണാണ്. നമ്മൾ മെനങ്ങാതെ നട്ടായതുകൊണ്ട് മെനങ്ങാന്ന് എന്തോ നട്ടയാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. 2 ആഴ്ചത്തോളം നമുക്ക് നല്ല ഡ്യൂട്ടി ആയിരുന്നു. ഇന്നലെ നട്ട 2 ദിവസം ഇതെന്തോ ഹൈബ്രിഡ് വളമാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് കമ്മണി വന്നിട്ട് അപ്പി ഇടുമെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് കളിക്കുന്നത്. പോടിയിരിക്ക ഇവിടെ മഞ്ഞള് എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ചീനിയുടെ തോട്ടമൊക്കെ ഉണ്ട്. എവിടാ? ആണോ ഗൈസ്? കൺമണിക്ക് അപ്പൂപ്പൻ താടി ഇട്ടിട്ടുണ്ട് ഗൈസ്. ലവ് എന്തോത്തിനെ കിട്ടി? ലവ് ബേർഡ്സ്. എവിടുന്ന് കളഞ്ഞ? ലവ് ബേർഡ്സിനെ കളഞ്ഞു കിട്ടിയേ? കണ്ണി ആര് കൊത്തി? കണ്ണില് നിന്റെ പറച്ചില് കേട്ട് കഴിഞ്ഞാൽ തോന്നും മനുഷ്യന്മാര് കൊത്തി കണക്ക്. എവിടെ? നമുക്ക് അതിനൊന്ന് നല്ലിലല്ല. നല്ലില ഏതാ ആശുപത്രിയിലുണ്ട്? എന്തോ കാണിക്കേ? ഒരെണ്ണത്തിനെ കൂടി മേടിച്ചു തരാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ. അന്നേരം കൈ കൊണ്ടങ്ങ് പിടിച്ച്. കൊച്ചച്ഛൻ എന്ന് പറയുന്നത് നിന്റെ അച്ഛൻ. എന്തോ നിങ്ങളടുത്ത് സംസാരിക്കും. സംസാരിക്കുന്ന അല്ലടാ കിളി. അങ്ങനാടാ മണ്ട കരയുന്നേ. ഇവിടെ മിണ്ടി പോവില്ല. അപ്പൊ എന്ത് പറഞ്ഞ? ഞാൻ പറയുന്നൊക്കെ ഉള്ളയാന്നോടി. ഇവര് പറയുന്നത് ഇവർക്ക് സംസാരിക്കുന്ന ലവ് ബേർഡ്സ് ഉണ്ടെന്നാണ്. നമുക്ക് അതിനെ ഒന്ന് പോയി പരിചയപ്പെട്ടിട്ട് വരാം. കമോൺ ഗൈസ്. ചിലപ്പോ ഇവന്മാർ 2 പേര് ഉഡായിപ്പാണ് കേട്ടോ. ഉഡായിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക ഉഡായിപ്പ്. ഇവരെ നമ്പാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. ഇവർ പറയുന്നവരെ ലവ് ബേർഡ്സ് സംസാരിക്കും, പാട്ട് വെച്ച് കൊടുത്താൽ ഡാൻസ് കളിക്കും. എനിക്കറിയാൻ വയ്യ ഗൈസ് ഇതെന്തു സംഭവം. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഇവരെങ്ങനെയാണ് ഇതിനെ വളർത്തിയേക്കുന്നത്?
ഇതെന്തോട് ഇത് സംഭവം? ഇത് തെർമോക്കോള്, അതിൻ്റെ മണ്ട കൂട്. പിടിക്കൊന്നും വേണ്ട, പറന്നു പോകുന്നു. ആ കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എന്തിയാ സംസാരിക്കുന്നേ? ഇതെല്ലാം ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. എന്തൂടെ പഴമൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. വെള്ളം വേണമെങ്കിലേ ഈ പാത്രത്തിന് മണ്ടേ കയറി അപ്പൊ വെള്ളം എടുത്ത് കൊടുത്തപ്പോ കുടിച്ച്. നീയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴേ അറിയാത്ത. ഓ ആ കണ്ണാണ് വയ്യാത്തല്ലേ? അതെ. ഗായ്സ്, ഇത് നമ്മൾ ആദ്യം കണ്ട അയ്യാണ്. കൺമണിയൊക്കെ തൂത്ത് വൃത്തിയായിക്കൊണ്ടിരുന്ന അയ്യാൻ. ഇവിടെ മൊത്തം പയർ കൃഷി ചെയ്തിട്ടുണ്ട്. പയർ ഫുള്ള് നട്ട് കിളിച്ച് അതാണ്ട് കിളുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 2 ദിവസം കൊണ്ടൊക്കെയാണ് ഇത്രയൊക്കെ ആയത്. അതുകൊണ്ട് ഇവിടെ ഫുള്ള് ഈ അയ്യ മൊത്തവും കൃഷിയാണ്. എവിടെ? അത് ചുമ്മാ വാരിയിട്ടാണ്. ഇവർക്ക് ഈ കിൃഷിയെ പറ്റി ഫുള്ള് ഡീറ്റെയിലും അറിയാം. സെക്കൻഡ് ഇവിടെ ചെയ്ത് ഇനി 3 ഇത് നാളെയും കൂടെ ആകുമ്പോ ചെറുതായിട്ട്. ഇതിനകത്ത് നിങ്ങളൊക്കെ എന്തോ ചെയ്ത്? ഞങ്ങള് പയറൊക്കെ ഇട്ട് കൊടുത്തു. ഇന്നലെ പയറിട്ട്. എന്തൊരു പയറാ ഇതിനകത്ത് ഇട്ടേക്കുന്നത്? ചെറുപയർ. ഗൈസ്, ചെറുപയർ ഏതാ വൻപയർ അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഗൈസ് ഇവര്. എന്നിട്ട് അഭിനയമാണ് ഇതൊക്കെ. ഇവരെ അഭിനയം മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ ഓഹോ അങ്ങനാണല്ലേ? ഓക്കെ. പിന്നെ ആ അയ്യ ഫുള്ള് ഇത് എല്ലാം നട്ടുപിടിപ്പിച്ചത് അപ്പാപ്പനാണ്. ഇത് അയ്യത്ത് ഫുള്ള് ചീനി. അത് നമുക്കറിയാം അപ്പാപ്പനാ നടന്നേന്ന്. നിങ്ങളെന്ത് ചെയ്തു ഇതിനകത്ത്? ഞങ്ങളെല്ലാം സഹായിച്ചു കൊടുത്ത്. അപ്പൊ കളയ്ക്കുവോ? നീ തൂമ്പ എടുത്തൊന്ന് കളച്ചാ നോക്കട്ട്. ഇപ്പൊ സമയില്ലേ? ഇത് തക്കാളിയല്ലേ? ഓ ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ല. തക്കാളിയൊക്കെ ആയിരുന്നില്ലേ? ഏത് ഏത്? ഓ ഉറക്കപ്പുറ. ഇത് പിന്നെ മറ്റേ സാധാ മുളക്. സാധാ മുളക് എന്തോത്തിനാ ഉപയോഗിക്കുന്നതെന്നറിയാവോ? നിന്നെ പോലുള്ള പുരുത്തക്കെട്ട പിള്ളേര് വായിലുടച്ച് തേക്കാനാ കുരുത്തക്കേട് പറയുന്നത്. തക്കാളി പാവയ്ക്ക ഒരു കാന്താരിക്ക് മാത്രം എരിവില്ലാത്ത. ഏത് കാന്താരിക്ക്? ഓ ആ തിന്ന് നോക്കട്ടെ. ചവച്ചരച്ചിട്ടാ നോക്കട്ടെ. ശരിയില്ലേ? എനിക്കൊക്കെ അവൾക്ക് ഒരു പ്രശ്നം തൊലി കൂട്ടിയിരിക്കുന്നത്. എനിക്ക് വണ്ണോക്കെ എരിവില്ലാത്ത എന്റെ നാക്ക് ഇവിടെ നാക്ക് കൂട്ടിയിരിക്കുന്നോണ്ട് എനിക്ക് കുഴപ്പമില്ല. എരിവില്ലാത്ത കാന്താരി കഴിച്ചിട്ട് അപ്പൂന്നുണ്ട്. എന്തോ ചെടി കമ്മണി എടി കണ്ണി വെച്ച് തേക്കടി. അന്നേരം എരി പോകൂടി സത്യം. അന്നേരം ഇതങ്ങ് മാറും. കണ്ണി തേച്ചാ മതി. ഇടി കണ്ണി തേച്ചാ മതി. അന്നേരം വായിക്കാത്തുള്ള എരി മറന്നു പോകും. അതാ പറഞ്ഞ വായിലെരി അന്നേരം അറിയത്തില്ലെന്ന്. നാക്കില് തുണ്ടിലേക്ക് തൊലി പൊട്ടിയിരിക്കുന്നോണ്ട് പ്രശ്നം. ഞാൻ തുപ്പിട്ടില്ല. ഓക്കെ എനിക്കെല്ലാം കഴിക്കാം. ചീനിത്തോട്ടൊക്കെ കാണിച്ചിട്ടാ. ഇത് വേറൊരു പ്രത്യേകത ഉണ്ട്. ഉപ്പ് കൂടുന്നുണ്ട്. ഉപ്പ് എന്തോത്തിന്? ഉപ്പുണ്ട് ശരിക്കും. കാന്താരിക്ക് വേണമെങ്കിൽ കാണിച്ചു ഇതൊക്കെ കഴിച്ച് ഇന്ന് ഇവൻ്റെ എനിക്കറിയത്തില്ല. ഇവിടെ കിടന്ന് പ്രാന്ത് കാണിക്കുമോ? ഇതൊന്ന് വേണമെങ്കിൽ കഴിച്ചു നോക്കും. ഉപ്പുള്ള കാന്താരി. നീ എന്നാ കഴി. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഞാൻ കഴിച്ചോളൂ. അവ അമ്മക്കിട്ട് അടിച്ചു തരാൻ നോക്കിയതാ കേട്ടോ.
അവനെ വിറ്റ കാശ് നമ്മളതിലുണ്ട്, നമ്മളത് കഴിക്കത്തില്ല. ഉപ്പുള്ള കാന്താരി. കാന്താരിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കടി. നീ എന്തിനാ വാ ഉപ്പിളിക്കുന്ന? എനക്ക് എരിയില്ലെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കഴിവില്ലേ, അല്ല എരിഞ്ഞിട്ടല്ലേ. നീ എവിടാ കേറി പോന്നേ? അവിടാണോ മാങ്ങ എറിയാൻ പോന്നെ? അവിടെ പാമ്പും ചേരയൊന്നും ഇല്ലല്ലോടേ. ഇത് നമ്മളെ ഫോണിലെന്തോ ഓട്ടോ ഫോക്കസിങ് എന്തോ അവിടെ കേട്ടോ തനിയെ. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ഗൈസ് ഇതൊക്കെ നമ്മളെ വസ്തുവാണ് ഗൈസ്. ഞാനാണ് ചെരുപ്പ് പോലും ഇട്ടില്ല. നീയൊക്കെ എന്നാ ചൊറിയിപ്പിക്കോ? എന്ത് അതിനകത്ത് മാങ്ങയൊന്നും ഇല്ലല്ലോ. നീടെ അറിഞ്ഞിടാ, നീ വീഡിയോ ഇടും. വീഡിയോ എടുക്കാൻ അറിയാവിടെ. വീഡിയോ റണ്ണിങ്ങാണ്, ഞാൻ എടുത്താൽ മതി. ഗൈസ് ഇപ്പോൾ നമ്മളെ ഉന്നം കണ്ടോ, ആ നിൽക്കുന്ന മാങ്ങയാണ് ഞാൻ. ഒരിറക്കി 2 മാങ്ങ കൊണ്ടില്ല. ഒത്തിരി കല്ലുണ്ടെന്നാ എടുക്കാൻ പോയേക്കാണ്. ഞാൻ അടുത്തറിയാണ് പോകാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ് മാങ്ങ എറിഞ്ഞിടുന്ന കാഴ്ച. ഓ അതിന്റെ അടുത്തൂടെ പോയിട്ടും ഗൈസ് മാങ്ങ എറിയുന്നത് കണ്ടിട്ട് തങ്കം ചീത്ത വിളിക്കുന്നുണ്ട്. ഗൈസ് മാങ്ങ എറിയുന്നോണ്ടാണ് വേറെ തോന്നുന്നില്ലും. താണ്ട അവളെ കന്മണി കല്ല് ഇറക്കി കൊടുക്കുകയാണ്. താണ്ട എറിയാൻ പോകും. എറിഞ്ഞടിയില്ല. അഞ്ചെണ്ണം വീണ്. താണ്ട എനിക്കൊന്ന് പഴുത്ത മാങ്ങയാണ്. എന്തിയടാ മാഞ്ഞു അവിടെ വീണ മാങ്ങ? മായാജാലം. അയ്യോ മായാജാലം വെച്ചേ. താണ്ട ഇതാണ് കുണ്ണി മാങ്ങ. നീ എവിടുന്നാ? വേറെ നമ്മളെ മാങ്ങയാണ്. നൈസിനൊന്ന് ചൊറിയണോ അടിയിരിന്ന്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേടിക്കണ്ട നിങ്ങളാരും പേടിക്കണ്ട. എന്നെ നൈസിനൊന്ന് ചൊറിയണോ അടിയെന്ന് മാത്രമേ ഉള്ളൂ. പേടിക്കേണ്ട ഇതായിക്കോളൂ കേട്ടോ. പഴുത്തത് വീണാ? ഉപ്പും മുളക് കിട്ടില്ല. നല്ല സെറ്റായിരിക്കും. ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഉപ്പുമുളക് ഇട്ട് അടിച്ചെടുക്കാം. യെസ് ഗൈസ്. അതുണ്ട്. ഇത് തിന്നാൻ എരി കൂടുമ്പോ നമുക്ക് തിന്നാം. നമുക്ക് ജ്യൂസ് അടിക്കാം. ബാക്കി 2 നമുക്ക് ഉപ്പിലിട്ട് അടിച്ചെടുക്കാം. ഒരു പുഴുവില്ല. ഫ്രഷ് വാങ്ങ. നീ എങ്ങോട്ടാടാ വെടല ഷൂട്ട് ചെയ്യുന്നത്? അണ്ണനെയും കൂടെ ഷൂട്ട് ചെയ്ത്. എന്നെ ഷൂട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല. നീ ഇവൻ വീഡിയോ എടുത്ത് എന്തോ ആയെന്ന് എനിക്കറിയാൻ വയ്യ. ഇതാണ് ഗൈസ് വീഡിയോ എടുക്കാൻ കൊടുത്തത്. ഈ പൊട്ട ഇനി എന്തൊക്കെ എടുത്തു വെച്ചേക്കുന്നതെന്ന് നോക്കണം. മിക്കവാറും ഇത് കട്ട് ചെയ്ത് കളയേണ്ടി വരും ഏകദേശം. ഏതാ എങ്ങനെ നിന്റെ പ്ലാൻ എന്തോ? മാങ്ങ എന്തൊക്കെ? 2 പഴുത്ത മാങ്ങ കിട്ടി, 2 പഴുക്കാത്ത മാങ്ങ കിട്ടി. പഴുത്ത മാങ്ങ 2 ജ്യൂസ് അടിക്കാം. പഴുക്കാത്ത 2 ഉപ്പുമുളക് ഇടാം. എന്തി എങ്ങനെ ഉപ്പുമുളകൊക്കെ ഇറാ സെറ്റ് നമുക്ക് ചെയ്യണ്ടേ? അപ്പോൾ മാങ്ങ വൃത്തിയാക്കുന്നത് തങ്കമണിയാണ്. മാങ്ങ നമ്മൾ ഉപ്പുമുളകും കൂട്ടി അടിക്കാനുള്ള പ്ലാനാണ്. കല്ല് വെച്ചിടിച്ച് പഴുത്ത മാങ്ങ ഉപ്പുമുളക് കൂട്ടി അടിക്കാൻ അടിപൊളിയായിരുന്നു. മധുരം കാണും. ഇതിന് ഭയങ്കര അത് വലിയൊരു കല്ലെടുത്ത് കൊമ്പിനകത്ത് എറിഞ്ഞ അന്നേരം കുലുങ്ങി പച്ചയും വീണ് പഴുത്തയും വീണ്. കുണ്ടി നീ എടുത്ത്
മാങ്ങാട്ട് തിന്നാൻ വന്ന മാളു ചേച്ചി മാവിൻ്റെ പുറകെ നിൽപ്പുണ്ട് ഗൈസ്. ഇവളുടെ അമ്മ എന്നാണൊക്കെയാണെന്ന് പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലിൽ നിന്ന് കിട്ടിയതാണ് കൺമണിയെ. പക്ഷെ നമ്മളിതുവരെ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഇന്നാ റിവീൽ, ആ സത്യം ഞങ്ങൾ റിവീൽ ചെയ്യുകയാണ്. കസ്തൂരിയാണോ അവരെ മോള്. കൺമണി നിന്നെ കനാലിൽ നിന്ന് ഒഴുകിക്കിട്ടെ ആണടി ഗൈസ്. ചിക്കുവിൻ്റെ അഡോപ്റ്റഡ് മോൾ അല്ലിയും വന്നിട്ടുണ്ട്. അല്ലി മോളെ ഇവിടെ എന്താ പറ്റിയുടെ ക്ലാരിറ്റി പോയില്ല. അല്ലി കൊച്ചച്ഛനൊരു ഫ്ലൈങ് കിസ് ആടി. ഒരു ഫ്ലൈങ് കിസ് കൊച്ചച്ഛന്. കൊച്ചച്ഛക്കൊരു ഉമ്മ ഗൈസ്. കഷ്ടപ്പെട്ട് നമ്മൾ മാങ്ങ എറിഞ്ഞിട്ടുകൊണ്ട് വന്നതൊക്കെ ഇവർ പറക്കി തിന്നാണ് ഗൈസ്.